ആർട്ടിൻ്റെ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ചിത്രം വരയ്ക്കുന്ന സമയത്ത് അതിനെ നിങ്ങൾ സമീപിക്കുന്ന രീതിക്ക് വരെ വലിയ ഡിഫറൻസുകൾ വരും. നോർമലി നമ്മൾ സോഷ്യൽ മീഡിയസിൽ ചിത്രകലയെക്കുറിച്ച് പറയുന്ന സമയത്ത് കൂടുതലും ബിഗിനർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കാറുള്ളത്. അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കൂടുതലും മെത്തേഡ്സുകളെ കുറിച്ചും ടെക്നിക്സിനെ കുറിച്ചും ആർട്ടിലെ ബേസിക്സിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് അത് മാത്രമാണ് ആർട്ട് എന്നാണ്. അത് മാത്രമല്ല ആർട്ട് അഥവാ ചിത്രകല വിച്ച് ഗോസ് ബിയോണ്ട് ദാറ്റ്. ചിത്രകലയ്ക്ക് ഒരു പെർഫെക്റ്റ് ഡെഫിനേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം പല കലാകാരന്മാരും ചിത്രകലയെ നോക്കിക്കണ്ടിരുന്നത്, ആർട്ടിനെ നോക്കിക്കണ്ടിരുന്നത് അവരുടേതായ പേഴ്സ്പെക്റ്റീവിലാണ്. എന്നിരുന്നാൽ കൂടി ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആർട്ടിൻ്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്താണെന്ന് പഠിക്കാം. Art is the expression or application of human creative skill and imagination. മനുഷ്യൻ്റെ ക്രിയേറ്റീവ് സ്കിൽ ആൻഡ് ഇമാജിനേഷൻ്റെ എക്സ്പ്രഷൻ ഓർ അപ്ലിക്കേഷനാണ് ആർട്ട്. ടിപ്പിക്കലി ഇൻ എ വിഷ്വൽ ഫോം. ഇതൊരു കാണാൻ പറ്റുന്ന ഫോമിലായിരിക്കണം ആർട്ട്. പെയിൻറ്റിങ് ആയിരിക്കാം, സ്കൾപ്ചർ ആയിരിക്കാം, പെർഫോമൻസ് ആർട്ട് ആയിരിക്കാം, ഡാൻസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ഇൻ എ വിഷ്വൽ ഫോം. പ്രൊഡ്യൂസിങ് വർക്ക്സ് ടു ബി അപ്രീഷിയേറ്റഡ് പ്രൈമറിലി ഫോർ ദെയർ ബ്യൂട്ടി ഓർ ഇമോഷണൽ പവർ. അതിനൊരു ബ്യൂട്ടി വേണം, ഒരു ഇമോഷണൽ പവർ വേണം. സോ ആർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അത് ടെക്നിക്സോ മെത്തേഡ്സോ മാത്രമല്ല, ഇറ്റ് ഗോസ് ബിയോണ്ട് ദാറ്റ്.